ഹായ് ഓൾ, നമ്മളെല്ലാ ആഴ്ചയിലും പ്രീ ഡിപ്പാർച്ചറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറേ പേര് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മളതനുസരിച്ച് അതിന് റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മൊഡ്യൂൾസ് നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 8th മൊഡ്യൂളിലോട്ട് കിടക്കാം. ലാസ്റ്റ് നമ്മൾ 7th മൊഡ്യൂൾ വരെ ചെയ്തു. ഇതവണ ഫേസ് 1 8th മൊഡ്യൂളായിട്ടുള്ള ഇൻക്ലൂഷൻ, ഇൻറ്റിഗ്രേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ, വെൽക്കം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രീ ഡിപ്പാർച്ചർ കോഴ്സിൻ്റെ 8th മോഡ്യൂളാണ്. ഇൻക്ലൂഷൻ, ഇൻറ്റിഗ്രേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ് ലൈഫ് എന്നാണ്. ഇതിൽ നമ്മൾ കൂടുതലും ഈ സെഷൻ വരുന്നത് ഇൻക്ലൂഷൻ, ഇൻറ്റിഗ്രേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ മാൾട്ട. ഇത് നമ്മളൊരു പുതിയൊരു കൺട്രിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് വളരെയധികം എക്സൈറ്റിങ്ങും ചാലഞ്ചിങ്ങുമാണ്. എങ്ങനെ നമ്മൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, എങ്ങനെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അവരിൽ ഒരാളായി തീരാം എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോണത് എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, മാൾട്ടീസ് ലൈഫ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, മാൾട്ട എങ്ങനെ നമ്മുടെ ഒരു പുതിയൊരു ഹോമായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. മാൾട്ടീസ് ആൾക്കാർ പൊതുവെ ഭയങ്കര ഫ്രണ്ട്ലിയും വെൽക്കമിങ്ങും ആണ്. പക്ഷേ അത് നല്ലൊരു റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. നമ്മൾ നെയ്ബേഴ്സ് ആണെങ്കിൽ നെയ്ബേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നത് ഒരു ചിരിയോടുകൂടിയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് ബോൺജിയോർ മാൾട്ടീസിൽ പറയാം, അല്ലെങ്കിൽ ഹലോ ഇൻ ഇംഗ്ലീഷ് എന്നും പറയാം. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ അവരോട് അവരുടെ ഹോബീസ്, അവരുടെ ഫേവറേറ്റ് പ്ലേസസ് ഇൻ മാൾട്ട എന്നൊക്കെ അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ കൂടുതലും അവരുടെ ട്രഡീഷൻസിന് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുവാണെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമാണ്. എസ്പെഷ്യലി നമ്മൾ അവരോട് അവരുടെ സ്പെഷ്യൽ ഫുഡ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഫാമിലി സെലിബ്രേഷൻസ് ആണ് അവർ കൂടുതലും പങ്കെടുക്കുന്നത്, ഏതൊക്കെ ലോക്കൽ കസ്റ്റംസ് ആണ് അവിടെ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുവാണെങ്കിൽ നമ്മൾ അവരിൽ നിന്നും ഒരാളാകാൻ പറ്റും. പക്ഷേ നമ്മൾ വളരെയധികം ക്വിക്ക് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പെട്ടെന്ന് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു സ്റ്റീരിയോ ടൈപ്പ് ആയി പോകും. അതുകൊണ്ട് റെസ്പെക്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഒരു ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ലോക്കൽ ഈവൻസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമായിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് അവരുമായിട്ട് ജെല്ല് ചെയ്യാൻ പറ്റും. മിക്ക ടൗൺസിലും വില്ലേജസിലും നമ്മൾ ഫെസ്റ്റസ് കാണും. ഈ സെലിബ്രേഷൻസ് വളരെയധികം വലിയൊരു സെലിബ്രേഷനാണ് for the patron saint of the local church. ഫെസ്റ്റസ് നോർമലി ആഘോഷിക്കുന്നത് സമ്മർ മന്ത്സിലാണ്, ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബറിൽ. വളരെയധികം ഡിഫറെൻറ്റ് ഫെസ്റ്റസ് ഉണ്ട്. ഈ സെയിം വീക്കിൽ പല വില്ലേജസിലും നടക്കാറുണ്ട്. ആ സമയത്ത് സ്ട്രീറ്റ്സ് ഒക്കെ ലൈറ്റ്സും ഫ്ലാഗ്സും ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. മ്യൂസിക്, ഫുഡ്, കളർഫുൾ ഫയർ വർക്ക്സ് ഒക്കെ അവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് വളരെയധികം ലൗഡായിട്ടുള്ള ബോംബ് ലൈക്ക് ഫയർ വർക്ക്സ് പകൽ സമയത്ത് നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. അതും ഒരു പാർട്ട് ഓഫ് ദി ട്രഡീഷനാണ്. ഇത് വളരെയധികം സർപ്രൈസിങ് ആയിരിക്കും നമുക്ക്. ഫെസ്റ്റസ് ഒരു ഗ്രേറ്റ് ചാൻസ് ആണ് നമുക്ക് അവരുടെ ലോക്കൽ ട്രഡീഷൻസും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരവും കൂടിയാണ്. നമ്മൾ അവിടെ സ്ട്രീറ്റ്സ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ, മാർക്കറ്റ്സ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെയധികം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, ബ്രെഡ് ഒക്കെ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. മാർക്കറ്റ് സെല്ലേഴ്സുമായിട്ട് വർത്താനം പറയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മാൾട്ടീസോ ഇംഗ്ലീഷോ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മാൾട്ടയിൽ. ഫുട്ബോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ബാസ്കറ്റ് ബോൾ ഗെയിംസും ഉണ്ട്, വാട്ടർ പോളോ മാച്ചസും റണ്ണിങ് ഈവൻസും അവിടെ
വളരെയധികം പോപ്പുലറാണ്. അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ അവർക്ക് എല്ലാവർക്കും സ്പോർട്സ് ക്ലബിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് they can be a part of a sports community. മറ്റ് ഗ്രൂപ്പ്സിനും അവിടെ ജോയിൻ ചെയ്യാം, ലൈക്ക് സ്കൗട്ട്സ്, ബാൻഡ് ക്ലബ്സ്, ചർച്ച് ക്വയേഴ്സ് ഒക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ടായിട്ട് കരുതാവുന്നതാണ്. ഫുഡ് വളരെയധികം ഇൻറ്റിഗ്രൽ പാർട്ടാണ് ലൈഫ് മാൾട്ടയിൽ നയിക്കാനായിട്ട്. പ്രൈമറി ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ആണ്. ഇതിൻ്റെ അർത്ഥം ആൾക്കാർ കൂടുതലും കഴിക്കുന്നത് ബ്രെഡ്, ഒലീവ് ഓയിൽ, വെജിറ്റബിൾസ്, പാസ്ത, ഫ്രഷ് ഫിഷ് എന്നൊക്കെയാണ്. ട്രഡീഷണൽ മാൾട്ടീസ് ഡിഷ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് റാബിറ്റ് സ്റ്റൂ, ഓർ ഇൻ മാൾട്ടീസിൽ ഫിൻകാറ്റ, a slow cooked meat dish ആണ്, which is mostly eaten on Sundays or on festive occasions with family or friends. Lumpuki pie, a fish pie made with lumpuki, a seasonal fish caught in Malta in autumn, വളരെയധികം ഫേമസ് ആണ്. Aljakta, a traditional fish soup with tomatoes, garlic and herbsum വളരെയധികം ഇഷ്ടമുള്ള ഒരു ട്രഡീഷണൽ ഫുഡാണ്. മിനെസ്ത്ര, എ തിക്ക് വെജിറ്റബിൾ സൂപ്പ്, വിൻ്ററിൽ ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. തിംപാന, എ ട്രഡീഷണൽ ബേക്ഡ് പാസ്ത വിത്ത് ടൊമാറ്റോ സോസ്, മീറ്റ് ആൻഡ് ചീസ് കവേർഡ് ഇൻ പേസ്ട്രി ക്രസ്റ്റും അവിടുത്തെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷ് ആണ്. മാൾട്ടയിൽ വളരെയധികം പോപ്പുലർ ആണ് സ്ട്രീറ്റ് ഫുഡ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫിറ, മാൾട്ടീസ് ബ്രെഡ് ആണ്. അത് ട്യൂണ, ടൊമാറ്റോസ്, ഒലിവ്സ് ആൻഡ് കെപ്രീസുമായിട്ട് ഫിൽഡ് ആണ്. പാസ്റ്റസി, എ സ്മോൾ പേസ്ട്രീസ് ഫിൽഡ് വിത്ത് റിക്കോട്ട ചീസ് ഓർ സ്മാഷ്ഡ് പീസ് വളരെയധികം ഇഷ്ടം ഉള്ള ഒരു ഭക്ഷണമാണ്. പിന്നെ നമുക്ക് മറ്റുള്ള കൺട്രീസിനെ പോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ലൈക്ക് ഇറ്റാലിയൻ പാസ്ത, ഇന്ത്യൻ കറി, ചൈനീസ് സ്റ്റർ ഫ്രൈസ് ആൻഡ് ആഫ്രിക്കൻ സ്റ്റ്യൂസ് എന്നും നമുക്ക് കാണാവുന്നതാണ്. അവിടെയുള്ള ഷോപ്സ് എല്ലാം നമ്മുടെ വേൾഡിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ വിൽക്കുന്നതുണ്ട്. അവിടെ നമുക്ക് മീൽസ് നമ്മുടെ ഓൺ കൺട്രിയിൽ പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. വോളണ്ടിയറിങ് വേറെ ഒരു വഴിയാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കാനായിട്ട്. നമുക്ക് സ്കൂൾസിൽ ഹെൽപ്പ് ചെയ്യാം, പാർക്സിൽ, ആനിമൽ ഷെൽട്ടേഴ്സിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സിലും നമുക്ക് വോളണ്ടിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ വോളണ്ടിയർ ചെയ്യുമ്പം നമ്മൾ നമ്മുടെ സമയം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. വോളണ്ടിയറിങ് ഒരു ഈസി വേ ആണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസും ഇംപ്രൂവ് ചെയ്യാനും പിന്നെ മാൾട്ടീസ് ലൈഫ് മനസ്സിലാക്കാനും ഉള്ളയൊരു വഴി അതാണ്. ഇതാണ് നമ്മൾ ഇൻക്ലൂഷൻ, ഇൻറ്റിഗ്രിറ്റി, കമ്മ്യൂണിറ്റി ലൈഫ് നയിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്നതാണ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, saying bonjour is a friendly way to greet someone in Malta. True. Loud fireworks during the day are normal during festives. True. You can join sports clubs in Malta to meet people. True. Volunteering helps people become part of the community. True. Street markets are a good place to practice English or Maltese. True. You can email the Human Rights Directorate for integration support. True. Culture shock is something only children experience. False. Integration is a one-way process where only migrants must adapt. False.
ഇനി നമ്മൾ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് എ ഫ്രണ്ട്ലി വേ ടു ഗ്രീറ്റ് സമ്മൺ ഇൻ മാൾട്ട? ഓപ്ഷൻസ്, ഇഗ്നോർ ദം, ബോൺജോ ഓർ ഹലോ, walk away. The answer is bonjour or hello. What are festus? Options, school exams, celebrations for a patron saint, quiet meetings. The option is B, celebrations for a patron saint. When do most festus take place? Option 1, December, January, July, September, February, March. The answer is July, September. Which activity helps you practice Maltese or English? Options, staying at home, talking to market sellers, not speaking to anyone. The answer is talking to market sellers. Which of these is a traditional Maltese dish? Sushi, rabbit stew, fincata, tacos. The answer is B, rabbit stew, fincata. What are pasties? Fish, small pastries with ricotta or peas, a type of bread. Small pastries with ricotta or peas is the answer. Why is volunteering useful? To avoid people, to meet people and help the community, to earn a driving license. Answer is to meet people and help the community. What is cultural shock? Feeling confused or lonely in a new country, enjoying a party, learning a new language. Feeling confused or lonely in a new country is the answer. Who can help newcomers in Malta? NGOs and faith-based groups? No one, only schools. The answer is NGOs and faith-based groups. Which government office helps migrants with integration? Weather Office, Human Rights Directorate, Transport Malta. The answer is Human Rights Directorate. Thank you. നമ്മൾ ഇന്നത്തെ ഈ ഒരു പർട്ടിക്കുലർ മോഡ്യൂൾ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ പുതിയ മോഡ്യൂളിലേക്ക് കടക്കാം. ദ 9th മോഡ്യൂളിലേക്ക് കടക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ടും വരാം. താങ്ക് യു.